ഹലോ, സുബിയാണ്. അപ്പൊ ഞാൻ ദേ കേരളത്തിലെ പ്രശസ്തമായ ഒരു അമ്പലത്തിൽ വന്നേക്കുവാണ്. അതിന്റെ കാഴ്ചകളും വീഡിയോയും ഒക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പം നമ്മുടെ സ്വന്തം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പഞ്ചിക്കാട് ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അമ്മുക്കുട്ടൻ്റെ എഴുത്തിനിരുത്തും ഇവിടെയായിരുന്നു. അപ്പം എഴുത്തിനിരുത്താനൊക്കെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ദേ ഞാനും അമ്മുക്കുട്ടനും കൂടെ ഇറങ്ങിപ്പോവാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അമ്മുക്കുട്ടനെ ഇവിടെ കൊണ്ടുവന്ന് തൊഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതൊക്കെ എഴുത്തിനിരുത്താൻ വേണ്ടി ആൾക്കാർ ക്യൂ നിന്ന് രസീത് എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ കറങ്ങി ചെല്ലുമ്പോൾ ദേ നാഗത്താന്മാരുടെ തറയാണ്. അവിടെ ദേ പുള്ളുവൻപാട്ടൊക്കെ നടത്തുന്നുണ്ട് വഴിപാടായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ വന്ന് അതൊക്കെ കണ്ട് തൊഴുതിട്ട് നമ്മൾ നേരെ മഹാവിഷ്ണുവിൻ്റെ അവിടെ തൊഴാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. ഇപ്പം അകത്ത് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി നമ്മൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ നമ്മൾ താഴെ ദേവിയുടെ അടുത്ത് പോയി. കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നവരും അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടൊക്കെ. അല്ലാതെ തൊഴാനും ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് ക്ഷേത്രക്കുളമൊക്കെ വരുന്നത്. അവിടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ദേവിയുടെ നട വരുന്നത്. അപ്പം അങ്ങോട്ട് ഇറങ്ങി താഴെ ചെന്ന് തൊഴാൻ പറ്റില്ല, കാരണം അത് എഴുത്തിനിരുത്താനുള്ള തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ മേളിൽ നിന്ന് ഈ പടർപ്പിനുള്ളിലാണ് കേട്ടോ ദേവി ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മുക്കുട്ടനെയും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. വിദ്യയാണ് പ്രധാനം. അപ്പം എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമ്മുക്കുട്ടനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവൾക്കും ഇഷ്ടമാണ് കേട്ടോ. അവിടെ വന്ന് നമ്മൾ ജസ്റ്റ് ആ മണലിൽ പോയി എഴുതാനും അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ദേ പ്രാർത്ഥിച്ച് ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ദേ അകത്ത് പോയി എഴുതിച്ചിട്ട് തിരിച്ച് കയറി വരാം കേട്ടോ. അപ്പം ഞങ്ങൾ ദേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കയറി വരികയാണ്. അപ്പം അമ്മുക്കുട്ടനുമായിട്ട് ഞങ്ങൾ ദേ പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം അവൾ പുറത്ത് കടയുണ്ട്, ഓരോ സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് മുഖമൊക്കെ ചുളിച്ചാണ് കേട്ടോ ആ ഷട്ടി വരുന്നത്. അങ്ങനെ ദേ പുറത്തോട്ട് ഇറങ്ങിയതിന് ഒത്തിരി കടകളുണ്ട് കേട്ടോ, അത്യാവശ്യം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കയറിപ്പോകുന്ന വഴി. അവിടെ ദക്ഷിണ മൂകാംബികയിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മുക്കുട്ടനും കൂടെ ദേ കടയിൽ കയറി ഒരു കുഞ്ഞി കൃഷ്ണനെയൊക്കെ വാങ്ങി കേട്ടോ. എന്ത് രസമല്ലേ കൃഷ്ണനെയൊക്കെ ഇരിക്കുന്ന കാണാനായിട്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, കളിപ്പാട്ടങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം പിള്ളേർക്ക് എഴുതി പഠിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനെ നമ്മൾ വീട്ടിലും കാറിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒത്തിരി ഡെക്കോർ ഐറ്റംസ്, ദേ ഇങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ദേ നമ്മൾ അധ്യക്ഷനെ കുറിപ്പിച്ചിട്ട് വന്ന് പിന്നെ പുസ്തകങ്ങളും എഴുതാനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങാം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.